ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 75. ഈശോ ഉപവസിച്ച മലയിലേക്ക് ശിഷ്യരോടൊപ്പം വരുന്നു. മരുഭൂമിയിലെ അതിമനോഹരമായ ഒരു പ്രഭാതം. ഒറ്റപ്പെട്ടു നിൽക്കുന്ന നല്ല ഉയരമുള്ള ഒരു പർവ്വതം. അതിൻ്റെ മധ്യഭാഗത്ത് നിന്നും നോക്കിയാലും അങ്ങ് ദൂരെയുള്ള ചക്രവാളം വരെ കാണാം. താഴെയുള്ള സമതലത്തിൽ നിന്ന് അത്ര ഉയരെയാണത്. പ്രഭാതത്തിൽ മഞ്ഞ് മൂടിക്കിടക്കും. ആ പർവ്വതത്തിൻ്റെ ചരിവിൽ വെള്ളമൊഴുകി തെളിഞ്ഞ വഴി പോലെ ആയ ഒരു ചാലിൽ കാട്ടാടുകളും മറ്റു ജന്തുക്കളും നടക്കുന്ന ഒരു വഴിയിൽ കൂടി ഈശോയും ശിഷ്യരും വരുന്നു. നിങ്ങളെ ഇവിടെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. മിശിഹ ഇവിടെ വച്ചാണ് തൻ്റെ ദൗത്യത്തിന് തയ്യാറെടുത്തത്. പക്ഷേ ഇവിടെ യാതൊന്നുമില്ലല്ലോ. ഇവിടെ അങ്ങ് ആരുടെ കൂടെ ആയിരുന്നു? എൻ്റെ ആത്മാവിനോടും പിതാവിനോടും കൂടെ ആയിരുന്നു. അങ്ങേ ശുശ്രൂഷിക്കാൻ ആരുണ്ടായിരുന്നു? അങ്ങ് എവിടെയാണ് ഉറങ്ങിയത്? കാട്ടുകഴുതകൾ അവരുടെ ഗുഹകളിൽ ഉറങ്ങാനെത്തി. ഞാനും ഒരു ഗുഹയിൽ ഉറങ്ങി. ഈ കഴുതകളായിരുന്നു എൻ്റെ പരിചാരകർ. നേരം വെളുക്കുമ്പോൾ പരുഷമായി ചിലച്ചുകൊണ്ട് പറന്നുപോയ പരുന്തുകളായിരുന്നു എൻ്റെ വേലക്കാരികൾ. കൊച്ചുമുയൽ കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ കൂട്ടുകാർ. കാട്ടിലെ പൂക്കൾക്ക് ലഭിക്കുന്ന ആഹാരവും പാനീയവുമാണ് എനിക്ക് ലഭിച്ചിരുന്നത്. സൂര്യൻ്റെ വെളിച്ചവും രാത്രിയിൽ വീഴുന്ന മഞ്ഞുതുള്ളികളും. എന്തിനിങ്ങനെ കഴിഞ്ഞു? എൻ്റെ ദൗത്യത്തിന് നല്ലതുപോലെ ഒരുങ്ങുവാൻ. വിജയിക്കണമെങ്കിൽ തയ്യാറെടുപ്പ് പൂർണ്ണമായിരിക്കണം. മനുഷ്യന് ഒരു അന്ത്യമുണ്ട്, എത്തേണ്ട ഒരു സ്ഥാനവുമുണ്ട്. നിങ്ങൾ സൃഷ്ടിയുടെ രാജാക്കന്മാരാണ്. നിങ്ങൾ ഓരോരുത്തരും ചെറിയൊരു രാജ്യത്തിലെ രാജാക്കന്മാരാണ്. അവിടെ നിങ്ങൾക്ക് സ്വതന്ത്രമായി വർത്തിക്കാം. നിങ്ങളുടെ വ്യക്തിത്വവും അന്തഃസത്തയുമാണ് ഈ രാജ്യം. നിങ്ങളുടെ രാജ്യാതിർത്തിയിൽ വേറെ 3 രാജ്യങ്ങളുമുണ്ട്. ഒന്നിലെ രാജാവ് നിങ്ങളുടെ സുഹൃത്താണ്, മറ്റു രണ്ടിൻ്റേതും ശത്രുക്കളും. തൻ്റെ അനുയായികളെ സന്തുഷ്ടരാക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ കാണിച്ചുകൊണ്ട് പറയുന്നു. ഈ ചട്ടങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ അനശ്വരമായ വിജയം കണ്ടെത്തും. അതിർത്തിയിലുള്ള 2 രാജ്യങ്ങൾ പിശാചും മാംസവുമാണ്. മാംസമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരവും ഈ ലോകവും എന്നർത്ഥം. ലോകത്തിൻ്റെ ആർഭാടങ്ങളും പ്രലോഭനങ്ങളും ധനവും വിരുന്നു സൽക്കാരങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളുമെല്ലാം ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതും ലോകത്തിൽ പ്രയോജനം ചെയ്യുന്നതുമാണ്. മാംസത്തിൻ്റെയും ലോകത്തിൻ്റെയും അധിപനാണ് പിശാച്. പിശാചിന് അവൻ്റെ നിയമങ്ങളുണ്ട്. നിങ്ങളുടെ അന്തഃസത്തയെ മാംസം ആവരണം ചെയ്യുന്നു. നിലാവുള്ള രാത്രിയിൽ പാടുന്ന രാക്കിളിയുടെ പാട്ടിനേക്കാൾ മധുരമാണ് പ്രലോഭിപ്പിക്കുന്നവൻ്റെ ഗാനം. പിശാചിൻ്റെ ചട്ടങ്ങൾ അനുസരിക്കുവാൻ എളുപ്പമാണ്. നീ എൻ്റെ സുഹൃത്താണ്, കടന്നു വരൂ എന്ന് പറയാൻ എളുപ്പമാണ്. കുറേ കഴിയുമ്പോൾ അവർ യജമാനന്മാരായി മാറുന്നു. നിങ്ങളെ അവർ അടിമകളാക്കി മാറ്റും. നിങ്ങളുടെ തോളിൽ വച്ചിരിക്കുന്ന നുകത്തിൻ്റെ ഭാരം കൊണ്ട് നിങ്ങൾക്ക് തല പൊക്കാനാകാതെ വരും. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അടിയും ചവിട്ടും കൊണ്ട് ഒന്നിനും കൊള്ളാത്ത ഒരു മാംസപിണ്ഡമാകും, അല്ലെങ്കിൽ ചാകും. ഈ മർദ്ദനമെല്ലാം ഏറ്റിട്ടും കീഴടങ്ങാതെ നിന്നാൽ കാരുണ്യം അതുവഴി വരും. കാരുണ്യം നിങ്ങളോട് പറയും, വരൂ, ഭയപ്പെടേണ്ട. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കണ്ട. നിങ്ങളുടെ വ്രണങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞു. പാടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അധികം പാടുകൾ ഉള്ളതുകൊണ്ട് ശരീരം വികൃതമായി കണ്ടാൽ ഭയപ്പെടും. ഞാൻ ആ പാടുകളിലേക്ക് നോക്കാറില്ല. നിങ്ങളുടെ സന്മനസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ കൂടെ വരൂ. നിങ്ങളുടെ അയൽ രാജ്യത്തുള്ള രാജാവും കാരുണ്യവും ഒരാൾ തന്നെയാണെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അന്ന് രാജാവ് കാണിച്ചതും നിങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കാത്തതുമായ ചട്ടങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്വീകാര്യമാകും. പിന്നെ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ അലട്ടാതെ ആകും. നിങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം കണ്ടെത്തും. ഈ ഗുഹയിൽ താമസിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ 4 പേരുണ്ടല്ലോ. ഇത്തവണ ഏതാനും ദിവസം മാത്രമേ തങ്ങുന്നുള്ളൂ. വിശപ്പടക്കാൻ വേണ്ട ആഹാരവും അത്യാവശ്യം വേണ്ട വെള്ളവും നമ്മുടെ പക്കലുണ്ട്. പിശാചിൻ്റെ കൈകളിൽ നിന്ന് 2 ആത്മാക്കളെ രക്ഷിക്കണം. തപസ് കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. നിങ്ങൾ എന്നെ സഹായിക്കണം. ആ നാശത്തിൽ നിന്ന് ആളുകളെ എങ്ങനെ രക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വാക്കുകൾ കൊണ്ടല്ല, പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടേ അത് സാധ്യമാകൂ. പിശാചിൻ്റെ അട്ടഹാസം കാരണം വാക്കുകൾ ആരുടെയും കാതിൽ പതിയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ തങ്ങാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഡെക്കാവയിൽ ചന്തയ്ക്ക് സമീപം വെച്ച് നമുക്ക് കാണാം. ഗുരു, അങ്ങേ വിട്ട് ഞാൻ പോകുന്നില്ല, ജോൺ പറഞ്ഞു. ഈ രക്ഷണീയ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ബഹുമാനിക്കുകയാണ്, സൈമൺ പറഞ്ഞു. എല്ലാം വിധി എന്ന് കരുതി ഞാനും ഇവിടെ തങ്ങും എന്ന് യൂദാസും പറഞ്ഞു. എന്നാൽ സഞ്ചികളെല്ലാം അകത്ത് കൊണ്ടുപോയി വയ്ക്കൂ. വെയിൽ കൂടുന്നതിന് മുമ്പ് കുറേ വിറക് വെട്ടണം. രാത്രിയിൽ ഭയങ്കര തണുപ്പാണ്.
ക്രൂരജന്തുക്കളും ഇഴജന്തുക്കളും തീ കണ്ട് ഓടിപ്പോയിക്കോളും. പശയുള്ള അക്കേഷ്യ മരത്തിൻ്റെ കമ്പ് പന്തത്തിൻ്റെ ഉപയോഗം ചെയ്യും. ഈശോയും ശിഷ്യരും ഗുഹയിലെ താമസം അവസാനിപ്പിച്ചു പോവുകയാണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ 40 ദിവസം താമസിച്ചു. അന്ന് മഞ്ഞുകാലമായിരുന്നു. ഇവിടെ ആഹാരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള സമയം. ഇപ്പോഴായിട്ടും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി. നമ്മൾ കൊണ്ടുവന്ന ആഹാരം അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ നിങ്ങൾക്ക് തല കറങ്ങി വീഴാതിരിക്കാൻ അല്പം ആഹാരം, അതുപോലെ തന്നെ വെള്ളവും. പകൽ ചൂട് വളരെ കൂടുതലാണ്. മഞ്ഞുകാലത്ത് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. അന്ന് മലയുടെ മുകളിൽ നിന്ന് വരണ്ട ഒരു കാറ്റ് വീശുമായിരുന്നു. തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്ന ഒരു കാറ്റ്. സമതലത്തിൽ നിന്ന് മരുഭൂമിയിലെ പൊടിയുമായി അത് വീശുമായിരുന്നു. ഈ വേനൽക്കാലത്തെ ചൂടിനേക്കാൾ അസഹ്യമാണ് ഈ കാറ്റ്. വേനലിലെ ചൂടും ദാഹവും അടക്കാൻ ചവർപ്പുള്ള ആ പഴങ്ങൾ പറിച്ചു തിന്നാൽ മതി. വേനലിൽ അത് സുലഭമാണ്. തണുപ്പ് കാലത്ത് ഈ മലകളിൽ അക്കേഷ്യ മരത്തിൻ്റെ ചുവട്ടിൽ വളരുന്ന പുൽക്കൊടികളും തണുത്ത കാറ്റും മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള ആഹാരം മുഴുവനും നിങ്ങൾക്ക് ഞാൻ തന്നു തീർത്തിട്ടില്ല. കുറച്ച് റൊട്ടിയും ചീസും ഒരു കുപ്പി വെള്ളവും മടക്കി യാത്രയ്ക്കായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മടങ്ങിപ്പോക്ക് എത്ര ദുർഘടമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. മരുഭൂമിയിൽ ഏകാന്തതയിൽ നിന്ന് ക്ഷീണിച്ച് വിവശനായി ഞാൻ യാത്ര തിരിച്ചു. നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊള്ളൂ. നമ്മൾ വന്ന ദിവസത്തേക്കാൾ മനോഹരമാണ് ഈ രാത്രി. ഈ സ്ഥലം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കണം. മിശിഹ തൻ്റെ ദൗത്യം നിറവേറ്റാൻ എങ്ങനെ തയ്യാറെടുത്തു, ശിഷ്യന്മാർ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്ന് ഓർമ്മിക്കണം. ഞാൻ പഠിപ്പിച്ച രീതിയിൽ പ്രേക്ഷിതർ സ്വയം ഒരുങ്ങണം.